എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധി തുക കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അടുത്ത വിതരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ കർഷകരും അക്സസ്ചാർക്ക് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും കർഷക കാർഡിന് അപേക്ഷ നൽകുകയും വേണം. കൃഷി മെച്ചപ്പെടുത്തുന്നതിലേക്കായി കാർഷിക മേഖലയിലെ വിവിധ പങ്കാളികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും ഡാറ്റ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിച്ച് കർഷകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു ഡിജിറ്റൽ ഫൗണ്ടേഷനാണ് അഗ്നിസ്റ്റാർക്ക്. കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രി അഥവാ ഡാറ്റ രൂപീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കർഷക രജിസ്ട്രി പ്രവർത്തനക്ഷമമാകുന്നതിന്റെ ഫലമായി സർക്കാർ പദ്ധതി വേഗത്തിലാവുകയും സുതാര്യമായും കർഷകരിലേക്ക് ലഭ്യമാവുകയും ചെയ്യും. കൂടാതെ പേപ്പർ രഹിതവും സുഗമമായുള്ള വിള വായ്പകൾ, തടസ്സമില്ലാതെയുള്ള വിള സംവരണം തുടങ്ങിയ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ലളിതവൽക്കരിക്കുന്നതിനുള്ള കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരം വികസിപ്പിക്കാൻ കർഷക രജിസ്ട്രി സഹായിക്കും. രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമേഴ്സ് സർവീസ് ഇന്റർഫേസ് അതായത് USSI സംവിധാനത്തിൽ ദേശീയ അംഗീകാരത്തിലുള്ള യുണീക്ക് ID കാർഡ് ലഭ്യമാക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ കർഷക ID. അത് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റർ വഴി ലഭ്യമാക്കും എന്നുള്ളതാണ് അറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് നിർബന്ധമായി രാജ്യത്തുടനീളമുള്ള എല്ലാ കർഷകരും കർഷക ID ഉണ്ടാക്കേണ്ടതായിട്ട് വരും. കർഷക ID വേണമെങ്കിൽ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാൻ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണുള്ളത്. അതാണ് ഇനി പറയുന്നത്. ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് കരം അടച്ച റെസീറ്റ്, ഏറ്റവും പുതിയ റെസീറ്റ് എന്നിവയുമായി അടുത്തുള്ള കൃഷിഭവനിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ ചെന്ന് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ സ്വന്തമായും രജിസ്ട്രേഷൻ സാധിക്കുന്നതുമാണ്. ഭാവിയിൽ ഭൂ ഉടമകൾ, പാട്ട വ്യവസ്ഥയിൽ കൃഷി ചെയ്യുന്നവർ, കൃഷിക്കാർ, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവരെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സംയോജിത രജിസ്ട്രി കർഷക രജിസ്ട്രി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫാർമർ രജിസ്ട്രി കൃത്യമായ ഇടവേളകളിൽ പുതിയ ഡേറ്റകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കേണ്ടതായിട്ടും വരുന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ PM കിസാൻ സമ്മാൻ നിധി തുകയാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. അതിന്റെ വിതരണം അടുത്ത മാസം അവസാനത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തിലോ ആയിട്ട് ഉണ്ടാകുന്നതാണ്. എല്ലാ കർഷകരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ KYC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 1800 425 1661 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.